വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞങ്ങൾക്കൊരിക്കലും തന്നെ പിരിയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, പ്രണയത്തിന് പ്രായമൊന്നുമില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ കൂടെ ഒരു പെൺകുട്ടി ജീവിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലെങ്കിലും അത് സ്വന്തം ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാകുന്നത് തെറ്റായി ഗണിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ളതാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് കുറേ മുമ്പ്, ഏകദേശം ഒരു 10-15 വയസ്സുണ്ടാകുന്ന കാലത്ത് എൻ്റെ സുഹൃത്തായ ഉമ്മറിന് ഞാനൊരു ലവ് ലെറ്റർ എഴുതി കൊടുത്തു. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സ്വർഗത്തിൽ ജനിച്ച പ്രണയത്തിന് ഭൂമിയിൽ വിതച്ച യുവമിഥുനങ്ങളെ, അനുരാഗത്തിൻ്റെ ദൈവങ്ങളെ ഒഴിവാക്കുക. നിങ്ങളുടെ പ്രണയം അനശ്വരമാണ്. സ്നേഹം കൊണ്ട് പ്രണയം സൃഷ്ടിച്ച് ഇരു മനസ്സുകൾ ഒന്നാക്കി അതിൽ വസിക്കുന്ന പ്രണയം ഇവിടെ വിരഹമാണെന്ന്. പക്ഷേ ആ പ്രണയം ഇപ്പോൾ കാമമായി മാറി. സ്വന്തം മകളെ പോലെ സ്നേഹിക്കേണ്ട ഒരു പെൺകുട്ടിയോട് അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ നീചനായ യുവാവ് ചെയ്ത കാര്യം കണ്ണും കൈയും കാണിച്ച് ആ പെൺകുട്ടിയെ വശത്താക്കി. എന്നിട്ട് സ്വന്തം വീട്ടുകാർ അവർക്കൊരു വിവാഹാലോചന നടത്തിയ സന്ദർഭത്തിലാണ് ഈ വലിയ ചതി ആ കുടുംബത്തിനോടും ആ ഭാര്യയോടും ചെയ്ത ഇയാൾ. മനുഷ്യഗണത്തിൽ പെടുത്താൻ ഇവനെ പറ്റുമോ? ബുദ്ധി ഉറക്കാത്ത പെൺകുട്ടിയായിരിക്കാം ചിലപ്പോൾ അത്. അയാളുടെ പഞ്ചാര വാക്കുകളിൽ മയങ്ങിപ്പോയി. ആ പെൺകുട്ടി പറയുന്നത് കേട്ടില്ലേ, വർഷങ്ങളോളമായി ഞാൻ ചേട്ടനുമായി പ്രണയത്തിലാണെന്ന്. കണ്ടാലൊരു 20 വയസ്സിൻ്റെ താഴെയേ ഈ പെൺകുട്ടിക്കുണ്ടാകുള്ളൂ. വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ എത്ര ചെറുപ്പത്തിലെ ഇയാൾ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതല്ലേ. ആ പെൺകുട്ടി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ആകനെ ഈ കാര്യം അറിയുന്നത് എൻ്റെ ചേട്ടത്തിക്കാണെന്ന്. ചേട്ടത്തി അതാരോടും പറയാതെ തന്നെ മൂടി വെച്ചെന്ന്. ഈ ഊള പറയുന്ന മറ്റൊരു കാര്യം കേട്ടോ: ഞങ്ങൾ പോകുകയാണ്, ഞങ്ങളെ ആരും തിരയണ്ട, പക്ഷേ ഞാൻ തിരിച്ചു വരും, എനിക്ക് 3 പേരെ കൂടി കൊണ്ടുപോകാനുണ്ടെന്ന്. അതാരാണെന്നറിഞ്ഞോ ആ 3 പേർ? അത് ഇയാളുടെ, അതായത് ഇവളുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളാണ്. അവരെയും ഇവൻ കൊണ്ടുപോകുമത്രേ. ഇനി നമുക്കിവരുടെ അഗാധ പ്രണയത്തിൻ്റെ മുല്ലപ്പൂ മൊട്ടുകൾ വിരിഞ്ഞ സുഗന്ധത്തിൽ ഇരുന്നു കൊണ്ട് ഓടക്കുഴലും വായിച്ച് ഇവർ പറഞ്ഞ കേട്ടാൽ അറപ്പല്ലാതെ മറ്റൊന്നും ഉളവാക്കാത്ത ആ നീചവാക്കുകൾ കേൾക്കാം. നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രം അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രം അറിയുള്ളൂ. ചേച്ചിയൊന്നും മിണ്ടാണ്ട് വെക്കുകയായിരുന്നു. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നിനും വരരുത്. വീട്ടുകാരെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അതുകൊണ്ട് ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നുകൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും ഓളയിലുണ്ട്. ഈ തെളിവ് നിൻ്റെയും ഇവളുടെയും മണ്ണാക്കിൽ തിരികെ വെച്ചോ. എല്ലാ തെളിവും അവൾക്ക് നൽകിയിട്ടുണ്ടെന്ന്. സ്വന്തം ഭാര്യയ്ക്ക് തൻ്റെ അനിയത്തിയുമായി എനിക്ക് പ്രണയമുണ്ടെന്ന് നീ തുറന്നു പറഞ്ഞെങ്കിൽ എന്തൊരു ഹൃദയമാണടോ തനിക്കുള്ളത്. നീയെല്ലാം മനുഷ്യവർഗത്തിൽപ്പെട്ടത് തന്നെയാണോ? ബുദ്ധിയില്ലാതെ ചില കുട്ടികൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നു. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വിവാഹം കഴിച്ചയപ്പിച്ചു കൊടുക്കേണ്ട പെൺകുട്ടിയെ വശീകരിച്ച് വലയിലാക്കി. എന്നിട്ട് അവളുമായി നാടുവിടുന്ന നിന്നെയൊക്കെ. അല്ലെങ്കിൽ നോക്കൂ, ഇവരുടെ ഈ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മകളെ +1 ചേർക്കാൻ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോലെയില്ലേ? ഇവൻ്റെ ഭാര്യയോട് ഇവൻ പറഞ്ഞിരുന്നത്രേ കാര്യങ്ങളുടെ കിടപ്പ് വശം. ഇത് കൂടാതെ മറ്റു തെളിവുകളും നൽകിയിട്ടുണ്ടെന്ന്. ഇതും കൂടെ നൽകുന്നു എന്നാണ് അവസാനമായി ഈ നീചഹൃദയൻ പറഞ്ഞു വച്ചത്. ആ പെണ്ണും പറയുന്നു ചേച്ചിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു, ചേച്ചി ഇത് പുറത്തു പറയാത്തതാണെന്ന്. ആ പാവം സഹോദരി എത്ര വലിയ വേദനയായിരിക്കും അനുഭവിച്ചത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ. തൻ്റെ ഭർത്താവും തൻ്റെ സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്ന്
കേട്ട ആ സ്ത്രീയുടെ നെഞ്ച് തകർന്നിട്ടുണ്ടാകുമല്ലോ. നിനക്കൊന്നും ജീവിതത്തിൽ എവിടെ നിന്നും രക്ഷ ലഭിക്കുകയില്ല തന്നെ.